കൂട്ടക്കുരുതി നടന്ന മണ്ണിൽ വിധിയെഴുത്ത്. കാവലായി നിൽക്കുന്ന ഇന്ത്യയെ സാക്ഷ്യപ്പെടുത്തി ബംഗ്ലാദേശ് വിധിയെഴുതാൻ പോകും. ഫെബ്രുവരി 12 നടക്കാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിലൂടെ ബംഗ്ലാദേശ് വീണ്ടും ഒരു നിർണായക രാഷ്ട്രീയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ആഭ്യന്തരമായിട്ട് ഏറെ നാളായി ചർച്ച ചെയ്യപ്പെടുന്ന ഈ തെരഞ്ഞെടുപ്പ് രാജ്യത്തിന്റെ ജനാധിപത്യ വിശ്വാസ്യതയും അന്താരാഷ്ട്ര അംഗീകാരവും ഒരേ സമയം പരീക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ പരീക്ഷണമായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളെ ചുറ്റിപ്പറ്റിയ വിവാദങ്ങളും വിമർശനങ്ങളും ഇപ്പോഴും പൂർണ്ണമായിട്ട് മാഞ്ഞിട്ടില്ലാത്ത സാഹചര്യത്തിൽ ഇപ്പോഴത്തെ വോട്ടെടുപ്പ് എന്ന് പറയപ്പെടുന്നത് കൂടുതൽ സുതാര്യവും വിശ്വാസ്യതയുള്ളതുമാക്കുവാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് ബംഗ്ലാദേശ്, ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളെയും അന്താരാഷ്ട്ര സംഘടനകളെയും തിരഞ്ഞെടുപ്പ് നിരീക്ഷകരായി ക്ഷണിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു പ്രത്യേക ശ്രദ്ധ നേടുകയും ചെയ്യുന്നുണ്ട്. ബംഗ്ലാദേശ് ഇന്ത്യയുൾപ്പെടെ ഒരു ഡസനിലധികം രാജ്യങ്ങളെയും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ പോലുള്ള കൂട്ടായ്മകളെയും യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള മിഷനുകളെയും നിരവധി സ്വതന്ത്ര വ്യക്തികളെയും തെരഞ്ഞെടുപ്പ് നിരീക്ഷണത്തിനായിട്ട് ഔദ്യോഗികമായിട്ട് ക്ഷണിച്ചിരിക്കുകയാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ AMM നാസിർ ഉദ്ദീൻ അയച്ച ക്ഷണക്കത്ത് പ്രകാരം ഇന്ത്യ, നേപ്പാൾ, ഓസ്ട്രേലിയ, ബ്രസീൽ, കാനഡ, ഈജിപ്റ്റ്, ഫ്രാൻസ്, കുവൈറ്റ്, മൊറോക്കോ, നൈജീരിയ, റൊമാനിയ ഉൾപ്പെടെയുള്ള 16 രാജ്യങ്ങളെയാണ് വോട്ടെടുപ്പ് നിരീക്ഷിക്കുവാൻ ക്ഷണിച്ചിരിക്കുന്നത്.